ജർമ്മനിക്ക് വരാൻ നേരത്തെ നിങ്ങൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഹായ് ഗായ്സ്, എൻ്റെ പേര് ആരതി എന്നാണ്. ഞാൻ കറൻറ്റ്ലി ജർമ്മനിയിൽ ഹാംബുർഗിൽ ഔപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് 21 വയസ്സാണ്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം എല്ലാവരും എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഇഫ് എന്നെക്കാളും മൂത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ചേച്ചി എന്ന് വിളിക്കില്ല. വാട്ട് ഓൾ ഷുഡ് യു ടേക്ക് ആസ് ആൻ ഔപ്പെ കമ്മിങ് ടു ജർമ്മനി? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ഐ ഷുഡ് റിമൂവ് ദിസ് ബിക്കോസ് റിഫ്ലക്ഷൻസ് ഇട്ടായിരുന്നു. സോറി ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. നന്ദി, നമസ്കാരം. ആദ്യം ജാക്കറ്റ്. ജർമ്മനിക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എന്തൊക്കെ ജാക്കറ്റ് എടുക്കണം, എത്ര ജാക്കറ്റ് എടുക്കണം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറഞ്ഞതൊരു 3 ജാക്കറ്റ് എടുക്കുക. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റ് എടുക്കുക, ഫറൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ജാക്കറ്റ് എടുക്കുക. പിന്നെ മൂന്നാമത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാക്കറ്റ് എടുക്കാം. 3 ജാക്കറ്റൊക്കെ എടുത്താൽ മതിയായിരിക്കും. നമ്മളെപ്പോഴും ജാക്കറ്റ് നമ്മൾ പുറത്ത് കൂടെ ഇടുന്നത്, അപ്പോൾ നമുക്ക് എപ്പോഴും കഴുകേണ്ട അങ്ങനെ ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മറിലേക്കുള്ള ഡ്രസ്സ് എടുക്കണം. ഇനിയിപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ ആ ടൈമിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ ടൈമിലൊക്കെ ഇവിടെ തണുപ്പായിരിക്കും. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സുകൾ കൊണ്ടുവന്നാൽ മതി. ലൈക്ക് എന്താ പറയുക, പുള്ളോവേഴ്സ്, കാർഡിഗൻ, പിന്നെ ഹുഡീസ്, ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ എടുക്കാം. ഹുഡീസൊക്കെ 2 എണ്ണം, പുള്ളോവർ 2 എണ്ണം, അങ്ങനെ എടുക്കാം. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ. ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടൊരു വൈറ്റ് ടീഷർട്ട് ഇടും, എന്നിട്ട് അതിൻ്റെ മേളിൽ കൊണ്ട് പുള്ളോവർ ഇടും. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടംപോലെ എടുക്കാം. എപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം ഉള്ള ഒരു സംഭവമാണ് സോക്സ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 പെയർ എടുത്തോ. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മേടിക്കാനൊക്കെ പറ്റും. സോക്സ് എന്തായാലും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമാണ്. കാരണം ഇവിടെ എപ്പോഴും എല്ലാവരും സോക്സ് ഇട്ട് നടക്കണം. ഇപ്പോൾ വീണ്ടും ഉള്ളിലാണെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇടണ്ടെന്നുണ്ടെങ്കിൽ ഇടണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ സോക്സ് എപ്പോഴും ഇട്ട് നടക്കും. എന്തിട്ടാലും അതിൻ്റെ കൂടെ സോക്സ് ഇടും. പിന്നെ അപ്പോൾ സോക്സ് എടുക്കുമ്പോൾ നീളം കൂടിയത്, കുറഞ്ഞത്, ആങ്കിൾ ലെങ്ത് ഉള്ളത്, കാഫ് ലെങ്ത് ഉള്ളത്, അങ്ങനെ പല ഇത് എടുക്കാം. ടെമ്മൂന്ന് മേടിക്കണമെങ്കിൽ 2 യൂറോയ്ക്ക് 10 എണ്ണം, 5 പെയർ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടും. പക്ഷെ ടെമ്മൂലുള്ളൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെമ്മൂല് നമ്മൾ ഒരു മിനിമം പർച്ചേസ് 20 യൂറോയ്ക്ക് പർച്ചേസ് ചെയ്താലേ പറ്റുള്ളൂ. സോ ഈ 5 യൂറോ മാത്രമായിട്ടൊന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ ആ ടൈമിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മറിലേക്കുള്ള ഡ്രസ്സ് എടുക്കേണ്ട കാര്യമില്ല. വിൻ്ററിലേക്കുള്ള ഡ്രസ്സ് മാത്രം എടുത്താൽ മതി. കാരണം സമ്മറിലേക്ക് വന്ന് പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാം. അല്ലാതെ എല്ലാം കൂടി കൊണ്ടുവരേണ്ട ആവശ്യമില്ല.